ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ലാസ്റ്റ് ദിവസമാണ്. വളരെ ഷോർട്ട് വെക്കേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെയൊക്കെ മഴ പെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങുന്ന റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമുക്ക് 10 മണിക്ക് തന്നെ പോകണം. ഷിപ്പ് കയറി എയർപോർട്ടിലേക്ക് പോകണം. 1 മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. റൂമിനെ കുറിച്ചും റൂമിൻ്റെ എക്സാക്ട് പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതൊരു വൗച്ചറിൽ കിട്ടിയതുകൊണ്ട് നമ്മൾ ആ പ്രൈസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്തായാലും നല്ല ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് ഒരു അപ്ഗ്രേഡ് കൂടി കിട്ടിയതാണ്. ഞങ്ങൾക്ക് സിംഗിൾ റൂമായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്ത്. പിന്നെ ഇവിടെ നിന്ന് വാട്ടർ വില്ല കിട്ടിയതാണ്. സോ സിനമോൺ ദൊനവാലി എന്ന് പറഞ്ഞ റിസോർട്ടാണിത്. പോകുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ഡേ 3 ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? റൈസ്, പിന്നെ എഗ് നൂഡിൽസ് ഉണ്ട് കേട്ടോ. എഗ് നൂഡിൽസ് ഒക്കെ എന്തിനാ? ചിക്കൻ കറി ഉണ്ട് കേട്ടോ. ഇവിടെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയൊക്കെ. ദാൽ കറി, സാമ്പാറുണ്ട്. പിന്നെ ഇതാണ് മെയിൻ കോഴ്സ് വരുന്ന ഐറ്റംസ് കേട്ടോ. പിന്നെ അപ്പുറത്ത് കുറേ എല്ലാ സാധനങ്ങളുണ്ട്. പിന്നെ ഓക്സ് ലിവർ, ഇന്ന് ലിവറാണ് കൊടുത്തിട്ടുള്ളത്. ടൊമാറ്റോ ഇന്നലത്തെ പോലെ വീണ്ടും ഉണ്ട്. പിന്നെ നട്ടിൽസ്, ഇതൊരു അടിപൊളി സാധനമാണ്. പിന്നെ നോർത്ത് ആഫ്രിക്കൻ ഷെപ്ഷൂട്ട് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു എന്തോ കട്ട്ലേറ്റ് എന്തോ ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ബേക്ക്ഡ് ബീൻസ് ഉണ്ട്. പിന്നെ ഇത് ഫുള്ള് സലാഡിൻ്റെ ഏരിയാസ്. അതേപോലെ ഇത് ജാമ്, മറ്റ് സലാഡ്സ്, പിന്നെ ഒലീവ് ഓയിൽ, അങ്ങനെ സംഭവങ്ങളൊക്കെ. അവിടെ നോക്കുമ്പോൾ ബ്രെഡ് ഉണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് സ്വീറ്റ്സ് ഐറ്റംസ്, സെയിം ഇന്നലെ കാണിച്ച അതേപോലെ തന്നെയുള്ള സാധനങ്ങളാണ്. പിന്നെ അതുപോലെ ഇത് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഏരിയ. ലൊങ്കാനൊക്കെ ഉണ്ട്. ലൊങ്കാൻ ബെസ്റ്റ് സാധനം ഉള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. പിന്നെ കുറേ ലൈവ് കൗണ്ടേഴ്സ് ഉണ്ട്. 1-2 ലൈവ് കൗണ്ടേഴ്സും ഉണ്ട്. എന്താ കഴിക്കുന്നേ? പാൻ കേക്കാ? പാൻ കേക്ക് കഴിക്കാം. പാൻ കേക്കില് പിന്നെ ഓംലേറ്റ് ഇടാം. തശ്മേ റെഡി അല്ല? ബൈ ബൈ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയൊക്കെ കഴിഞ്ഞു. പേയ്മെൻ്റൊക്കെ അടച്ച് നേരെ പോവാണ് ബോട്ട്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഫുഡ് കഴിക്കുന്നതാവട്ടെ, നമ്മൾ എന്ത് ആക്ടിവിറ്റീസ് ആയാലും റിസപ്ഷനിലാണ് പേയ്മെൻറ്റ്. ലാസ്റ്റ് വന്നിട്ട് റിസപ്ഷനിൽ പേയ്മെൻറ്റ് ചെയ്താൽ. അപ്പോൾ അതിനിടയിൽ നമ്മൾ എവിടെയും കാർഡ് പേയ്മെൻറ്റ് ഒന്നും ചെയ്യണം. എവിടെ ഐലൻഡ് ഫുള്ളും ഇവരുടെ സെറ്റിൽമെൻറ്റ് കണക്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് അവർ ബില്ല് നമ്മൾ റൂം നമ്പർ പേര് നോട്ട് ചെയ്യും. നമ്മൾ നേരെ അവിടെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ബില്ല് കാണിച്ചു തരും. അപ്പം ബില്ലിൻ്റെ അകത്ത് ഞങ്ങൾ സ്കൂബ ഡൈവിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ നമ്മൾ വെള്ളം, ഫുഡ് വാങ്ങിയതിൻ്റെ പൈസ എല്ലാം കൂടി ഞങ്ങൾക്ക് ഏകദേശം ഒരു $300 ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ. ഞങ്ങളിവിടെ മറ്റേ ഫുഡൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കഴിച്ച്. അത് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു കേട്ടോ. Say bye 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 bye. Okay. Guys, give some tata. What do you say? Thank you. In Maldives language, Sri Lankan language, almost the same, right? Shukriya, shukriya, Shukriya. shukriya. It's Arabic. So guys, is it okay like after this, like once we all together Yes, we take a yes, photo? sure. So guys, അപ്പോൾ നമ്മുടെ മാൽഡീവ്സിൻ ട്രിപ്പ് എൻഡായി. നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ബോഡി മാസൊക്കെ കിട്ടി. നല്ല രസമായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് ദുബായിയുടെ നമ്മൾ ഇന്നലെ കുറേ ആൾക്കാർ നമ്മളോട് പരിചയപ്പെട്ടുകൊണ്ട് നമ്മളൊരു ബാച്ചായിട്ടാണ് പോകുന്നത്. സോനിയർ വാങ്ങിക്കുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഫ്ലൈറ്റ് ദുബായിയുടെ ഒരു സ്റ്റാഫ് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് അവർ എന്താ പറയുക, നമുക്ക് ടിക്കറ്റ്സ് ഒക്കെ ഒരേ ലൈനിലൊക്കെ എത്തുന്നു. സോ ഇറ്റ്സ് ബെറ്റർ. അങ്ങനെ ഇപ്പം നമ്മൾ കഴിഞ്ഞു. നമുക്ക് ഇനി ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ട്രിപ്പ് നമ്മൾ ആസ് മെൻഷൻഡ് നമുക്ക് ഹോളിഡേ ഫാക്ടറിയുടെ ഒരു FABയുടെ കാർഡ് എടുത്തപ്പം ഒരു ഓഫർ കിട്ടിയതാണ്. ഹോളിഡേ ഫാക്ടറി ത്രൂ ആണ് നമ്മൾ വന്നിട്ടുള്ളത്. നമുക്ക് ഹോട്ടൽസ് ആൻഡ് അക്കോമഡേഷൻ, അതുപോലെ ഫ്ലൈറ്റ് നമുക്ക് ഫ്രീ ആയിരുന്നു. നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ പേ ചെയ്യേണ്ടി വന്നു. നമ്മൾ സ്കൂബ ഡൈവ്, അതുപോലെ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ. ബട്ട് എവറിത്തിങ് ഫിനിഷ്ഡ്. നൗ വി ആർ ഗോയിങ് ബാക്ക് ടു ദുബായ്. സോ നല്ല ക്ലൈമറ്റാണ്. ബട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നവംബർ അല്ലെങ്കിൽ ആ ഒരു സമയത്ത്, ജൂൺ ജൂലൈ ഇവിടെ ഭയങ്കര മഴയായിരിക്കും. ആ സമയം അല്ലാതെ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ വരാം. ഇറ്റ്സ് ബെറ്റർ. സോ 1-2 എനിക്ക് ഇവിടുന്ന് കിട്ടി ലോക്കൽ കോൺടാക്ട്സ് ഞാൻ എന്നോട് കാണിച്ചു തരാം. ഞാൻ അവരെ കോൺടാക്ട് ചെയ്ത് തന്നെ എനിക്ക് ലോക്കൽ ഐലൻഡിലൊക്കെ കിട്ടും, കുറച്ചുകൂടി ചീപ്പറായിട്ട്. ഹയറിൻ്റെ റിസോർട്ടിലേക്ക് തന്നെ പോകണമെന്നില്ല. സോ അതാണ് നമ്മുടെ 3 ദിവസത്തെ ഷോർട്ട് ട്രിപ്പുള്ളൂ. സോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ട്രാവൽ വിത്ത് മുർഷിദുമായിട്ട് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വ്ളോഗ് കമൻറ്റ് ചെയ്താൽ മതി. സോ ആണിത് മറ്റൊരു കൺട്രിയിൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.